ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിലും അതേപോലെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു മുരിങ്ങയില തോരൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടാലോ. ഞാനത് ഏകദേശം ഒരു 2.5 കപ്പിൽ കൂടുതലായിട്ട് തന്നെ മുരിങ്ങയില നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം വാരാനായിട്ട് മാറ്റി വെച്ചെടുത്തതാണ്. ഇനി നമുക്ക് 1 കപ്പ് തേങ്ങ, നിങ്ങൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു വെളുത്തുള്ളിയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കരുത്, എന്നാലും ഒന്ന് ഒതുങ്ങുന്ന പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം. മറ്റൊരു പാൻ ചൂടാവുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇതാ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഇല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഇല കാണുന്ന അത്ര ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടില്ല കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് മാജിക്ക് കാണുന്ന പോലെ ഇല നന്നായിട്ടൊന്ന് ചുരുങ്ങിയിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് ആ 1/4 ഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് ജസ്റ്റ് ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ അരപ്പും കൂടി ഒന്ന് കുക്കായി നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ടാക്കി നോക്കുക. ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് സൂപ്പർ റെസിപ്പിയാണ്. ഇങ്ങനെ തോരൻ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ആക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബിൽ ഓൾ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാമല്ലോ.